ചില ക്ഷാമങ്ങൾ കടന്നു വരും, ചില ബുദ്ധിമുട്ടുകൾ വരും. നിങ്ങളുടെ ഭവനത്തിനകത്ത് സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് എങ്കിലും ചില ക്ഷാമങ്ങൾ കടന്നു വരപ്പെടുമ്പോൾ നിങ്ങൾ വേദനിക്കരുത്, പ്രയാസപ്പെടരുത്. എൻ്റെ കർത്താവ് ഇല്ലാത്തത് കൊണ്ടല്ല, എൻ്റെ കർത്താവ് ഉണ്ട്. ഒന്ന് കൊരിന്ത്യർ 10-ാം അധ്യായം 31-ാമത്തെ വാക്യം. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവിൻ. ഒരിക്കൽ കൂടെ, ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യണം. ഏറ്റവും താഴേക്കിടയിൽ ഒരു മനുഷ്യന് ഒഴിച്ചുകൂടാൻ കഴിയപ്പെടാത്ത ഒരു പ്രവൃത്തിയാണ് തിന്നുക, കുടിക്കുക. തിന്നുക, കുടിക്കുക. തിന്നുകയും കുടിക്കുകയും ചെയ്താലും ദൈവത്തിന് മഹത്വം കൊടുക്കാൻ മറക്കരുത്. അത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ട്, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ട്. കരങ്ങളെ അടിച്ചു പറയാ, തിന്നാലും കുടിച്ചാലും ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ട്. പ്രൈസ് ദ ലോർഡ്. ഭക്ഷണ പദാർത്ഥങ്ങളെ കുറിച്ച് നാം ശ്രദ്ധിക്കുന്ന സമയത്തിൽ ഒത്തിരി കാര്യാദികൾ അതിനകത്ത് മനസ്സിലാക്കുവാനായിട്ട് കഴിയപ്പെടാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 8 മുതലുള്ള വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്ന ആ സമയത്തിൽ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 8 മുതലുള്ള വാക്യങ്ങൾ. അവരുടെ മനസ്സാക്ഷി ബലഹീനമാകിയാൽ മലിനമായി തീരുന്നു, എന്നാൽ ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. തിന്നാഞ്ഞാൽ നമുക്ക് നഷ്ടമില്ല, തിന്നാൽ ആദായവുമില്ല. എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും തടങ്കൽ ആയി വരാതിരിപ്പാൻ നോക്കുവിൻ. അറിവുള്ളവനായ നീ ക്ഷേത്രത്തിൽ ഭക്ഷണത്തിനിരിക്കുന്നത് ഒരുത്തൻ കണ്ടാൽ ബലഹീനനാണെങ്കിൽ അവൻ്റെ മനസാക്ഷി വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുവാൻ തക്കവണ്ണം ഉറക്കുകയില്ലയോ? ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ ആ ബലഹീന സഹോദരൻ ഇങ്ങനെ നിന്റെ അറിവിനാൽ നശിച്ചു പോകുന്നു. ഇങ്ങനെ സഹോദരന്മാരുടെ നേരെ പാപം ചെയ്ത് അവരുടെ ബലഹീന മനസാക്ഷിയെ ദണ്ഡിപ്പിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോട് പാപം ചെയ്യുന്നു. വിഗ്രഹാർപ്പിതം നീ കഴിച്ചാൽ നീ പാപം ചെയ്യുന്നു. വിഗ്രഹാർപ്പിതം നീ കഴിച്ചാൽ, ആമേൻ, കഴിക്കുമ്പോൾ തന്നെ കാണുന്ന മറ്റുള്ളവരോട് നീ പാപം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നീ മറ്റൊരാളെ കൂടെ നശിപ്പിക്കുന്നു, മറ്റൊരാളെ കൂടെ നീ തകർക്കുന്നു. ക്രിസ്തു ആർക്കു വേണ്ടിയിട്ടാണ് മരിച്ചത്? ആരെയാണ് രക്ഷിച്ചത്? ഊമവിഗ്രഹങ്ങളെയും അതേ ലോകത്തിലെ ആമേൻ ദൈവമല്ലാത്തതിൻ്റെയും അടിമത്വത്തിൽ നിന്ന് ദൈവം ചിലതിനെ വീണ്ടെടുത്തു വരപ്പെടുമ്പോൾ മനഃപൂർവ്വമായി അതിലേക്ക് നിങ്ങൾ ഭക്ഷണത്തിൻ്റെ പേരിൽ അതിനെ കൊണ്ടുപോകുമ്പോൾ, അഥവാ കഴിക്കാൻ പാടില്ലാത്ത വിഗ്രഹത്തിൻ്റെ മുമ്പിൽ അർപ്പിച്ചത്, കഴിക്കാൻ പാടില്ലാത്തതായിട്ടുള്ള വിഗ്രഹാർപ്പിതം, ദൈവമല്ലാത്തതിൻ്റെ മുമ്പിൽ നിവേദിച്ചത്, ദൈവമല്ലാത്തതിൻ്റെ മുമ്പിലേക്ക് അത് സമർപ്പിച്ചത്, അത് ദൈവമല്ലാത്തതിൻ്റെ പേരുള്ള പ്രസാദം, ഇത് ഒരു മനുഷ്യൻ കഴിക്കുന്ന സമയത്തിൽ ദൈവത്തോട് പാപം ചെയ്യുന്നു. മനസാക്ഷി നിമിത്തം മാത്രമല്ല, അവൻ ക്രിസ്തുവിനോട് മനഃപൂർവ്വമായി പാപം ചെയ്യുന്നു. നിന്നെ എന്തിനു വേണ്ടിയിട്ട് ക്രിസ്തു രക്ഷിച്ചു? നിന്നെ എന്തിനു വേണ്ടി പിശാചിൻ്റെ പിടിയിൽ നിന്ന് മോചിപ്പിച്ചു? നിന്നെ എന്തിനു വേണ്ടിയിട്ട് പിശാച് തൊടാതെ വണ്ണം പാറയുടെ പിളർപ്പിനകത്ത് മറച്ചു? അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഒരു മനുഷ്യൻ വിഗ്രഹാർപ്പിതം കഴിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങൾ തിന്നാലും കുടിച്ചാലും അത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യണം. ആകയാൽ ഇത്രയും പറഞ്ഞ് ഞാൻ ആ ഭാഗത്തെ അവിടെ നിർത്തുന്നുണ്ട്. കഴിക്കാൻ പാടില്ലാത്തത് കഴിക്കരുത്. കഴിക്കരുത് എന്ന് പറയുന്ന ഭാഗത്തെ നിങ്ങൾ കഴിക്കരുത്. നിങ്ങളുടെ മനസ്സാക്ഷി നിങ്ങളെ പറയുന്നു, നിനക്ക് വേണ്ട, വേണ്ട, നീ തുടരുത്. ആമേൻ. ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നപ്പോൾ, ഇന്ന് നിങ്ങൾ തിരിച്ചു കടന്നു പോകപ്പെടുമ്പോൾ നിങ്ങൾ എന്ത് കഴിക്കണം? നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ അടുക്കലേക്ക്, നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ വേണ്ടപ്പെട്ടവർ, നിങ്ങളുമായി ബന്ധപ്പെട്ടവർ തരുന്ന ഭക്ഷണത്തെ വിവേചിക്കണം. അതെനിക്ക് കഴിക്കാൻ പാടുള്ളതാണോ, കഴിക്കാൻ പാടില്ലാത്തതാണോ? കഴിക്കാൻ പാടില്ലാത്തതൊന്നും കഴിക്കരുത്.
ആമേൻ ബന്ധങ്ങളും സ്വന്തങ്ങളും സുഹൃത്തുക്കളും എല്ലാം വേണം. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുവാൻ പഠിപ്പിച്ച കർത്താവ്, നിന്നെ പോലെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിപ്പാൻ 10 കൽപ്പനകൾ പഴയ നിയമത്തിൽ തന്നപ്പോൾ പുതിയ നിയമത്തിലേക്ക് അത് 2 ആയിട്ട് ദൈവത്തെ സ്നേഹിക്കണം, കൂട്ടുകാരനെയും സ്നേഹിക്കണം എന്ന് ചുരുക്കി ക്യാപ്സൂൾ രൂപത്തിൽ തന്നിരിക്കുമ്പോൾ എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവരെയും അംഗീകരിക്കണം. ജാതിയോ മതമോ വർഗമോ വർണ്ണമോ നോക്കാതെ എല്ലാവരെയും സ്നേഹിക്കണം. പക്ഷേ ആമേൻ ദൈവത്തിന് വിപരീതമായ ദൈവത്തിന്റെ വ്യവസ്ഥ തെറ്റിച്ചത്, കഴിക്കാൻ പാടില്ലാത്തത് കഴിക്കരുത്. സ്നേഹബന്ധങ്ങളെ നിലനിർത്താനോ ആമേൻ ബന്ധങ്ങളെ സ്ഥാപിക്കാനോ മനുഷ്യനെ പ്രീതിപ്പെടുത്താനോ ദൈവത്തെ മറക്കുമ്പോൾ കൽപ്പന ലംഘിക്കുന്നു. കർത്താവ് പറഞ്ഞു, ദൈവത്തെ സ്നേഹിപ്പേൻ, നിന്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടി പൂർണ്ണമായി സ്നേഹിക്കണം. അതുപോലെ കൂട്ടുകാരനെ സ്നേഹിക്കണം. അപ്പോൾ രണ്ടും നമുക്ക് വേണം. കൂട്ടുകാരനെ സ്നേഹിച്ചിട്ട് ദൈവത്തെ ഉപേക്ഷിക്കാൻ പാടില്ല, ദൈവത്തെ സ്നേഹിച്ചിട്ട് കൂട്ടുകാരനെയും നമ്മൾ ഉപേക്ഷിക്കാൻ പാടില്ല. ഇത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നാം ശ്രദ്ധിക്കണം. ഇന്ന് നാളെ അടുത്ത ദിവസങ്ങളിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് ചില കഴിക്കുമ്പോൾ, കഴിച്ചത് മുഖാന്തരം ഞാൻ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹിമയ്ക്കാണോ കഴിച്ചത്, ഞാൻ കുടിച്ചത് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹിമയ്ക്കാണോ, ചോദ്യചിഹ്നവുമായിട്ടിരിക്കപ്പെടുമ്പോൾ ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്ക് വിളമ്പിക്കൊടുത്ത ഭക്ഷണം, ക്രിസ്തു കഴിച്ച ഭക്ഷണം, അതിൻ്റെ ചില സന്ദർഭങ്ങളെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം 8 മുതൽ വായിക്കപ്പെടുമ്പോൾ, അവൻ പത്രോസിനെയും യോഹന്നാനെയും അയച്ചു, നിങ്ങൾ പോയി നമുക്ക് പെസക കഴിപ്പാൻ ഒരുക്കുവിൻ എന്ന് പറഞ്ഞു. ഞങ്ങൾ എവിടെ ഒരുക്കണം എന്ന് അവർ ചോദിച്ചതിന്, നിങ്ങൾ പട്ടണത്തിലെത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപെടും. അവൻ കടക്കുന്ന വീട്ടിലേക്ക് പിൻചെന്ന് വീട്ടുടയവനോട്, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പെസക കഴിപ്പാനുള്ള ശാല എവിടെയെന്ന് ഗുരു നിന്നോട് ചോദിക്കുന്നു എന്ന് പറവിൻ. അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻമാളിക കാണിച്ചു തരും, അവിടെ ഒരുക്കുവിൻ എന്ന് അവനോട് പറഞ്ഞു. അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു, പെസക ഒരുക്കി. ഈ പെസകയാണ് പുതിയ നിയമത്തിലെ തിരുമേശ. ഈ പെസകയാണ് ഹോളി സൺഡേയിൽ നാം കഴിക്കാറുള്ള പരിശുദ്ധ ഭക്ഷണം എന്ന് പറയുന്നത്. ഇതിൽ അശുദ്ധിയില്ല. ഇത് ദൈവജനത്തിന് ബലവും ശക്തിയും അനുഗ്രഹവും നൽകും. ഇത് ക്രിസ്തു തന്നെ തുടങ്ങി വെച്ചു. പക്ഷേ യേശു കർത്താവിൻ്റെ കാലഘട്ടത്തിലേക്ക് താൻ 3.5 വർഷക്കാലം മാത്രം ഇവിടെ ശുശ്രൂഷിച്ച ഒരു കാലഘട്ടം, 3.5 വർഷക്കാലം മാത്രം. ഏതൊരു മനുഷ്യനും അത് ചിന്തിക്കുവാൻ കഴിയത്തില്ല. 3.5 വർഷം കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയും? പക്ഷേ ചെയ്യാൻ കഴിയുന്നതിനേക്കാളും അപ്പുറം സ്വർഗത്തിലെ ദൈവം ചെയ്തോ. ആകയാലട്ട് വലുത് ചെയ്യുവാൻ ദൈവത്തിൻ്റെ നിയോഗമുള്ളത് കൊണ്ട് കർത്താവ് കൊടുത്തത് 33.5 വയസ്സ് മാത്രമാണ്. ഒരു മനുഷ്യൻ്റെ നല്ല പ്രായം ആരംഭിച്ചപ്പോൾ തന്നെ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വിളിച്ച ആമേൻ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് നോക്കുമ്പോൾ ആ 3.5 വർഷക്കാലം താൻ ചെയ്യേണ്ടത് മാക്സിമം താൻ ചെയ്തുവെങ്കിൽ താൻ പെസകയ്ക്ക് വേണ്ടിയിട്ട് ശിഷ്യന്മാരെ വേർതിരിച്ച് അയക്കുന്ന ഒരു ഭാഗമാണ് ഞാൻ അല്പം വിശദീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്ന് ദൈവത്തിൻ്റെ വചനവും നമ്മൾ കുറച്ചാഴമായി പഠിക്കുമ്പോൾ നമുക്കൊരു ബലവും ശക്തിയും ഒക്കെ ലഭിക്കും. പെസക ഒരുക്കാൻ വേണ്ടിയിട്ട്, അഥവാ ക്രിസ്തുവിനെ തലചായ്ക്കാൻ ഭവനമില്ലായിരുന്നു, എല്ലാവർക്കും അറിയാം. ക്രിസ്തുവിന് സ്വന്തമായിട്ട് വസ്തുവില്ലായിരുന്നു, വീടില്ലായിരുന്നു, ഒന്നുമില്ല. പക്ഷേ എല്ലാം പിതാവായ ദൈവം ഒരുക്കിയിരുന്നു. ആകയാൽ ഇപ്പോൾ ഇവിടുത്തെ ആവശ്യം, യേശു കർത്താവിന് ഒരു അപ്പർ റൂം, വൻമാളികയുടെ ഇംഗ്ലീഷാണ് അപ്പർ റൂം എന്ന് പറയുന്നത്. വിരിച്ചൊരുക്കിയ മാളിക മുറി, ഉയർന്ന സ്ഥലത്തിലുള്ള ഒരു ഹാൾ റൂം, സ്വത്രം, ഒരു വൻമാളിക. ഇതാവശ്യമാണ്. ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർക്ക് 12 പേർക്ക് ഒരുമിച്ചിരുന്ന് പെസക ആചരിക്കണം, തിരുമേശയിൽ പങ്കെടുക്കണം. 2, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ താഴേക്ക് വായിക്കുമ്പോൾ ചിലപ്പോൾ സമയം കിട്ടുകയാണെങ്കിൽ ഞാൻ വ്യാഖ്യാനിക്കും. സ്തോത്രം. അവർ 120 പേര് ഒരുമിച്ചിരുന്ന് അവർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കാനുള്ള ഒരു സ്ഥലം വേണം. അപ്പോൾ ഇപ്പോൾ ക്രിസ്തുവിൻ്റെ ആവശ്യം, യേശു കർത്താവിന് ഒന്നിനും ആവശ്യമില്ലാന്നൊന്നും പറയാൻ പാടില്ല. പലതും ആവശ്യമായിട്ട് വന്നു. തൻ്റെ പരശുശ്രൂഷ കാലഘട്ടം നമ്മൾ ഒന്നൊന്നായിട്ട് പരിശോധിക്കപ്പെടുമ്പോൾ തൻ്റെ ആവശ്യങ്ങളിലെല്ലാം ദൈവത്തിൻ്റെതായിട്ടുള്ള ഇടപെടൽ വളരെയധികം ശ്രദ്ധേയമായിരുന്നു. തനിക്ക് പ്രസംഗിക്കുവാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റേജ് ആവശ്യമായിരുന്നു. ലോകത്തിൽ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല, ചിലപ്പോൾ സംഭവങ്ങൾ ഉണ്ടായിരിക്കാം. വെള്ളത്തിൽ സ്റ്റേജ് കെട്ടി പ്രസംഗിച്ച ഒരേ ഒരു വ്യക്തി നസ്രത്തുകാരനായിരിക്കുന്ന യേശു കർത്താവ്. അത് പത്രോസിൻ്റെ പടകായിരുന്നു. ഒന്ന് കൈയടിച്ചൂടെ? കർത്താവ് പുതുമ കൊണ്ടുവന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
ഞാൻ ഏകദേശം ഒരു 20 വർഷത്തിന് മുമ്പ് വിഴിഞ്ഞത്ത് പ്രസംഗിച്ചു. അന്നും അവരാരും എനിക്ക് സ്റ്റേജ് കെട്ടി തന്നത് വെള്ളത്തില്ല, കടലിലല്ല. അവരൊരു തെങ്ങും തോപ്പെടുത്ത് എന്ന് പറഞ്ഞാൽ അന്ന് ഇവിടെ വിഴിഞ്ഞത്ത് സ്പെഷ്യൽ ബസ്സൊക്കെ ഉണ്ടായിരുന്നു. ആൾക്കാർക്ക് പള്ളിക്കകത്തുനിന്ന് ഇരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടുത്തെ വെയിറ്റിംഗ് ലിസ്റ്റും അടുത്തുള്ള വീടുകളിലും റോഡ് സൈഡിലൊക്കെയാണ് ആൾക്കാർ 3 ദിവസത്തെ പ്രാർത്ഥനയ്ക്ക് വന്ന് കിടക്കുന്നത്, അകത്ത് കിടക്കാൻ സ്ഥലമില്ലാതെ. ശരി, അപ്പോൾ എന്തായിരുന്നാലും ഷാജി വേദന അങ്ങോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും കടലിൽ അവർ സ്റ്റേജൊന്നും കെട്ടിയില്ല. അവരൊരു തെങ്ങും തോപ്പിൽ സ്റ്റേജ് കെട്ടി. ഞാൻ അങ്ങോട്ട് പ്രസംഗിക്കുവാനായിട്ട് തുടങ്ങി. പഴയൊരു ഓർമ്മ വന്നതുകൊണ്ട് ഓടിപ്പിച്ച് പറഞ്ഞുകൊള്ളട്ടെ. പ്രസംഗിക്കുവാനായിട്ട് ചാടി ചെറിയ സൗണ്ട് സിസ്റ്റവും ചെറിയ കാര്യങ്ങളൊക്കെ വെച്ചായിരുന്നു. ഇന്നത്തെ കൺവെൻഷൻ മെത്തേഡൊന്നും അല്ല, 2-3 ബോക്സൊക്കെ ആയിരുന്നു. സ്തോത്രം. പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവശക്തി ഇങ്ങോട്ട് കടന്നു വന്നു. ഒരു പ്രാർത്ഥന പ്രസംഗിക്കാൻ തുടങ്ങിയില്ല, പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ഏകദേശം 1500ഓളം പേർ ഒരുമിച്ച് കൂടിയിരുന്ന ആ തെങ്ങിൻ തോപ്പിനകത്ത് ഏകദേശം ഒരു 300-400 പിശാചിൻ്റെ ബന്ധനങ്ങൾ എഴുതി. ഞാൻ നോക്കിയപ്പോൾ സൗണ്ട് ഓപ്പറേറ്റർ ഒരു സൈഡിൽ കൂടെ ഓടുന്നു, പ്രൈസ് വോളണ്ടിയേഴ്സ് എല്ലാം വേറെ സൈഡിൽ കൂടെ ഓടുന്നു. സ്തോത്രം. കൊയറുകാറ് 2-3 പേരൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിൽക്കുന്നു, കാരണം അവരിതൊക്കെ കണ്ടിട്ടുണ്ട്. പ്രൈസ് ദ ലോർഡ്. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളറക്കകത്ത് ഒരു പേടിയോ, നീ 300 ഒരുമിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലട്ടെ എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ആൾക്കാർ ഓട്ടം വെച്ച് ഓടുന്ന രീതിയായിരുന്നു. എങ്കിലും ദൈവം തൻ്റെ നാമത്തെ അവിടെ സ്ഥാപിച്ചു. കർത്താവിൻ്റെ അത്ഭുത പ്രവർത്തികൾ എനിക്ക് അന്ന് അവിടെ കാണുവാനായിട്ട് കഴിഞ്ഞു. അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എങ്കിലും കടലിൽ സ്റ്റേജ് ഇട്ടില്ല, അവർ കരയിലിട്ടിട്ടാണ് വിളിച്ചത്. പ്രൈസ് ഗോഡ്. അവിടേക്ക് കടന്നുപോയി. പക്ഷേ യേശു കർത്താവിന് വെള്ളത്തിൽ നിന്ന് പ്രസംഗിക്കണം. അതിനു വേണ്ടിയിട്ട് പത്രോസിൻ്റെ അടുക്കലേക്കാണ്. ആരാ പത്രോസ് കാശിന് വകയില്ലാതെ അധ്വാനിച്ച് ക്ഷീണിച്ചിരുന്ന പുള്ളിക്കാരോട് പറഞ്ഞു, ഇച്ചിരി പ്ലാറ്റ്ഫോം തരുമോ, ഒരു മീറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ടാണ്, ഒരു ആരാധന നടത്താൻ വേണ്ടിയിട്ടാണ്, ഇച്ചിരി പ്ലാറ്റ്ഫോം തരുമോ എന്ന് ചോദിച്ചു. പക്ഷേ പത്രോസ് നിരാശപ്പെട്ടിരിക്കുന്ന, ആകപ്പാടെ നക്കി തിന്നാൻ നല്ലുപ്പില്ലാണ്ടിരിക്കുന്ന ഈ സമയത്തിൽ ഉപദേശി വന്നിട്ട് ഇവിടെ തുരന്നു തിന്നാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നു. ആ പ്ലാറ്റ്ഫോം കൊടുക്കുന്ന സമയത്തിൽ ഞാൻ ഒരു ദിവസം കൂടെ കടലിൽ പോയി വല്ല 2 ചെറുമീനെങ്കിലും പിടിക്കാം എന്നൊന്നും ചിന്തിച്ചില്ല. ഉപദേശി വന്ന് ഒരാവശ്യം പറഞ്ഞപ്പോൾ പൂർണ്ണ മനസ്സോടുകൂടി അവൻ കൊടുത്തു. യേശുവിന് സ്റ്റേജിൻ്റെ ആവശ്യം കടന്നു വന്നു. യേശു കർത്താവിന് പ്രസംഗിക്കാൻ ഒരു പടകിൻ്റെ ആവശ്യം കടന്നു വന്നോ. എൻ്റെ കർത്താവിൻ്റെ ആവശ്യങ്ങളിൽ പിതാവായ ദൈവം കൂടെ ഇരുന്നു എന്നുള്ളത്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കണം. കർത്താവിന് തൻ്റെ അടുക്കൽ കടന്നു വരുന്നവർക്ക് ആമേൻ, നിങ്ങൾ തിന്നാലും കുടിച്ചാലും ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യണമെന്ന് പഠിപ്പിച്ച യേശു കർത്താവ് ഭക്ഷണം കൊടുക്കാതെ വിടത്തില്ല. അത് അന്നും ഇന്നും അങ്ങനെയാണ്. അന്നും ഇന്നും അപ്രകാരം തന്നെയായിരിക്കുകയാണ്. പക്ഷെ ഒന്നുണ്ട്, ഇത്രയും 5000-ത്തിലധികം വരുന്ന ഇതിനകത്തുള്ള കാര്യം മാത്രം ഞാൻ പറയാം. ഒരു 2000-2500 പേർക്ക് മാത്രം ഇവിടെ ഇരിക്കും. പക്ഷെ അന്ന് 5000 പുരുഷന്മാർ മാത്രം. ഇത് സഹോദരിമാരുൾപ്പെടെയാണ് ഇതിനകത്ത് ഇത്രയും പേര്. പക്ഷെ ഇത്രയും പേർക്കാണ് എങ്കിലും ഭക്ഷണം ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാളും വിളമ്പുക എന്ന് പറയുന്നതും വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യമായിരിക്കുകയാണ്. അന്ന് യേശുവിന് വിളമ്പുകാരെ ആവശ്യമായിരുന്നു. ഒരിക്കൽ പടക ആവശ്യം വന്നുവെങ്കിൽ, ഒരിക്കൽ ഒരു അപ്പർ റൂമിൻ്റെ ആവശ്യം വന്നുവെങ്കിൽ, ഇവിടെ ഇതാ ക്രിസ്തുവിൻ്റെ അടുത്ത ആവശ്യം എന്ന് പറയുന്നത് കുറച്ച് വിളമ്പുകാർ വേണം. വിളമ്പുകാർ വേണം. കർത്താവ് പറഞ്ഞു, ആദ്യം ഇവരെ പന്തിക്കിരുത്താൻ വേണ്ടി പറഞ്ഞു. സുഹൃത്തുക്കളെ, പന്തിക്കിരുത്തുന്നതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാമോ? സോണൊന്നും വന്നില്ല, പച്ചക്കൊടിയും അതേ ഓറഞ്ച് കൊടിയും വെള്ളക്കൊടിയൊന്നും അന്ന് അവിടെ വച്ചിട്ടൊന്നും ഇല്ല. എല്ലാവരും കൂടെ എണീറ്റൊരു വരവഞ്ഞ് വന്നു കഴിഞ്ഞാൽ കൊച്ചു പിള്ളേരെടുത്ത് അയ്യോ എനിക്ക് ശ്വാസം മുട്ടണമെന്ന് വിളിക്കും. അപ്പൊ യേശുവിനറിയാം ഇവരെയൊക്കെ ഓരോ സോൺ ബേസിൽ ഇരുത്തണം എന്നുള്ളത്. അപ്പൊ 50 പേരടങ്ങുന്ന പന്തിക്ക് ഇരുത്താൻ പറഞ്ഞു. ബുദ്ധിമുട്ടാണ്, ജനത്തെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടാണ്. അതിനാണ് ഇത്ര ഈ പോലീസും പട്ടാളും ആൾ എവിടെ കൂടുന്നു അവിടെയെല്ലാം വലിയ പ്രശ്നമാണ്. യേശുവിന് 50 പേരെ അറേഞ്ച് ചെയ്ത് ഇരുത്താൻ വേണ്ടിയിട്ട് ആളിൻ്റെ ആവശ്യമായിരുന്നു. അവർക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാൻ ആളിൻ്റെ ആവശ്യമായിരുന്നു. ശിഷ്യന്മാരോട് പറഞ്ഞ സമയത്തിൽ അവർ പൂർണ്ണ മനസ്സോടെ അത് ചെയ്തു. പൂർണ്ണ മനസ്സോടെ യേശു കർത്താവിൻ്റെ ആവശ്യങ്ങളിൽ അതിൻ്റെ ഇടയിൽ ഒരു ദൂത് പറഞ്ഞോട്ടെ. ചിലപ്പോൾ ചില ആവശ്യങ്ങൾ ദൈവം നിങ്ങളോട് പറയും, നല്ല മനസ്സോടെ ചെയ്യണമേ. ദൈവത്തിന് ചിലരെ ആവശ്യമുണ്ട്. ഈ പള്ളിക്കകത്ത് കൈയടിക്കാൻ ചിലരെ ആവശ്യമുണ്ടെന്ന്, ഈ പള്ളിക്കകത്ത് സ്തോത്രം പറയാൻ ദൈവത്തിന് ചിലരെ ആവശ്യമുണ്ട്, ഈ ചർച്ചിനകത്ത് സ്തുതിക്കാൻ ദൈവത്തിന് ചിലരെ ആവശ്യമുണ്ട്. നല്ല മനസ്സോടെ കൊടുക്ക്. മനുഷ്യർക്കല്ല കൊടുക്കുന്നത്, അത് ദൈവത്തിനാണ്. അവന്റെ ആവശ്യങ്ങളെ തിരിച്ചറിയണം. അവൻ നിങ്ങളോട് എന്തെങ്കിലും ആവശ്യപ്പെട്ട് കഴിഞ്ഞാലിട്ട് അത് നിങ്ങൾ കൊടുക്കുവാനായിട്ട് മറക്കരുത്. സ്തോത്രം.
കർത്താവിന് ഒരിക്കൽ സഞ്ചരിക്കാൻ വേണ്ടിയിട്ടൊരു വണ്ടി വേണമായിരുന്നു. അന്ന് ഷൗലായിരുന്ന സമയത്തിൽ പുള്ളിക്ക് ഹൈസ്പീഡ് എഞ്ചിനാണ് ഉണ്ടായിരുന്നത്. നല്ല ഒന്നാം തരം ബെൻസിൻ്റെ വണ്ടിയായിരുന്നു പുള്ളിക്ക് ഉണ്ടായിരുന്നത്. കുതിര അതിൻ്റെ പുറത്ത് വന്നപ്പോഴത്താണ് തള്ളിയിട്ടൊക്കെ മാനസാന്തരപ്പെടുത്തിയത്. പക്ഷേ കർത്താവ് പറഞ്ഞു, എനിക്കിപ്പോൾ തൽക്കാലം ബെൻസ് വേണ്ട, എനിക്ക് തൽക്കാലം പ്രൈസ് മാരുതിയുടെ ഒരു വണ്ടി മതി, അല്ലെങ്കിൽ ബജാജിൻ്റെ ഒരു മതി. നിങ്ങളൊരു കാര്യം ചെയ്തോ, അടുത്ത ഗ്രാമത്തിൽ കടന്നു ചെന്ന് ഒരു കഴുതക്കുട്ടിയെ അഴിച്ചുകൊണ്ട് വാ. എനിക്കൊരു കഴുതക്കുട്ടിയാണ്, വണ്ടി വേണം. ഉപദേശിക്ക് വണ്ടി വേണമെന്ന്, ഉപദേശിക്ക് വണ്ടി വേണം, ഉപദേശിക്ക് വണ്ടി വേണം. ദൈവവേല ചെയ്യുന്നവർ വീട്ടിലിരിക്കുകയാണോ? ഇന്ന് ഇവിടെ വരാൻ കഴിയാതെ, വാഹനം പുറത്തിറക്കാൻ കഴിയാതെ, അതേ ട്രിവാൻഡ്രം ജില്ലയ്ക്കകത്ത് പല വ്യക്തികളും ഇവിടെ കടന്നു വന്ന് ആരാധിച്ചുകൊണ്ടിരിക്കുന്നവർ വീട്ടിലിരുന്ന് ഞങ്ങളോടൊപ്പം ആണെങ്കിൽ ഉപദേശിപ്പണി ചെയ്യുന്നവരോ അല്ല എങ്കിൽ ദൈവികമായ ആത്മാവിൽ ആരാധിക്കുന്നവരോ, നിനക്കൊരു വാഹനം വേണമെങ്കിൽ മറക്കരുത്, എൻ്റെ കർത്താവിന് ഒരിക്കൽ വണ്ടി ആവശ്യമായിരുന്നു, വാഹനം ആവശ്യമായിരുന്നു. ശിഷ്യന്മാരോട് പറഞ്ഞു, എനിക്കൊരു വണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്, നീ അതിനെ ചെന്ന് ഇറക്കി സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞു. അവരതുപോലെ അടുത്ത ഗ്രാമത്തിലേക്ക് കടന്നുപോയി. ഒരു കഴുതക്കുട്ടിയെ അഴിച്ചുകൊണ്ട് കൊടുത്തു. കർത്താവിനൊരു വാഹനത്തിന് ആവശ്യമുണ്ടായിരുന്നോ? അത് കൃത്യമായി. ഒരിക്കൽ ടാക്സ് കൊടുക്കാൻ കർത്താവിന് കാശിൻ്റെ ആവശ്യം വന്നു. ആ കാശിൻ്റെ ആവശ്യം കടന്നു വന്നപ്പോൾ പത്രോസിനോട് പറഞ്ഞു, പോയി ചൂണ്ടയിടെന്ന് പറഞ്ഞു. ചൂണ്ടയിടുമ്പോൾ അതിൻ്റെ വായ്ക്കകത്ത് സാധനം രൂപ എടുത്തോണ്ടത് ചതുരപരം അപ്പം കൊണ്ടത് എനിക്ക്. അപ്പം ഞാനിത് പറഞ്ഞു നിർത്തുന്നു. യേശുവിന് പല കാര്യങ്ങളും ആവശ്യം വന്നു. ആവശ്യമായിട്ടുള്ളതെല്ലാം കൂടെ നിന്ന് ശിഷ്യന്മാരും പിതാവായ ദൈവം സകലവും കൺട്രോൾ ചെയ്ത് എല്ലാം അത് കൊടുത്തുവെങ്കിൽ നിന്റെ ആവശ്യങ്ങളിൽ കൂടെ ഇരിക്കുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. തൻ്റെ ആവശ്യങ്ങളുടെ മധ്യത്തിലേക്ക് ദൈവസഭ ഒത്തൊരുമിച്ച് നിന്ന സമയത്തിലേക്ക് സ്വർഗം പ്രസാദിച്ചുവെങ്കിൽ ഇന്ന് ക്രിസ്തുവിൻ്റെ ആവശ്യം അറിഞ്ഞ് ചിലത് പ്രവർത്തിക്കണം, യേശുവിൻ്റെ ആവശ്യം അറിഞ്ഞ് ചിലത് പ്രവർത്തിക്കണം, യേശുവിന് ചിലത് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകണം, യേശുവിന് ചിലത് സമർപ്പിക്കണം. നിന്റെ കഴിവുകൾ, ആരോഗ്യം, നിന്റെ സമയം പിശുക്കാതെ കൊടുക്കണം. പിശുക്കാതെ കൊടുക്കണം. കൈയടിച്ചു ദൈവത്തിന് സ്തോത്രം പറ. യേശുവിന് ചിലത് വേണമെന്ന്, യേശുവിന് നിന്റെ നന്മകൾ ചിലത് വേണം. പത്രോസ് നിന്റെ പടക യേശുവിന് വേണമെന്ന്. ശിഷ്യന്മാരെ, നിങ്ങളുടെ സമയവും ആരോഗ്യവും വിളമ്പുകാരെ യേശുവിന് വേണം. അടുക്കളക്കാരെ യേശുവിന് വേണമെന്ന്, വിളമ്പുകാരെ യേശുവിന് വേണമെന്നാണ് പറഞ്ഞത്. പ്രവർത്തകരെ യേശുവിന് വേണമെന്ന്. യേശുവിന് ടാക്സ് കൊടുക്കാൻ ചതുർബ്രഹ്മത്തെ ഒരുക്കിയ ദൈവം നിന്റെ ഈ ക്ഷാമത്തിലും ദാരിദ്ര്യത്തിലും കൂടെ ഇരിക്കും. ഇവിടെ ഇന്നത്തെ ആവശ്യം ഒരപ്പർ റൂം തനിക്ക് ആവശ്യമാണ്. തനിക്കൊരു വിരിച്ചൊരുക്കിയ വൻമാളിക പെസക കഴിക്കാൻ വേണ്ടിയിട്ട് വേണം. പെസക ഇല്ലാത്തൊരു പരിപാടിയില്ല. പെസക കഴിക്കാതെ തിരുമേശയില്ലാത്ത ഒരു പരിപാടി എന്ന് പറഞ്ഞതില്ല. അതുകൊണ്ടേ പറ്റൂ. യെരൂശലേം ദൈവാലയത്തിന് അടുത്ത് തന്നെ വേണമെന്ന്. വീട്ടിലിരുന്ന് കഴിച്ചാൽ പറ്റത്തില്ല. ആലയത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വൻമാളിക, ഒരു അപ്പർ റൂം കൂടിയേ പറ്റൂ. ആകയാൽ തലചായ്ക്കാൻ ഇടമില്ലാത്ത ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടതാ ഒരു ഭാഗമാണ് വായിച്ചത്. പത്രോസിനെയും യോഹന്നാനെയും താൻ ഇതിന് വേണ്ടിയിട്ട് ഏൽപ്പിച്ചു. പലയിടങ്ങളിലും ഈ പത്രോസിനും യോഹന്നാനും ഭയങ്കര വിശ്വാസമാണ് ദൈവത്തിന്. താബോർ മലയുടെ മേളിലൊക്കെ കൊണ്ടുപോയപ്പോൾ യാക്കോബിനെ കൂടെ കൊണ്ടുപോയി. അപ്പോൾ ഇവരെ ഏൽപ്പിച്ചു. ഇവിടെ വലിയൊരു പ്രോജക്റ്റ് നടക്കാൻ പോവുകയാണ്, വലിയൊരു മീറ്റിംഗ് നടക്കാൻ പോവുകയാണ്, ഒരു വലിയൊരു ഉത്സവം, പെസക കുഞ്ഞാടിനെ അറുക്കുന്ന ഉത്സവം നടക്കാൻ പോവുകയാണ്, ഒരു കൂടാരപ്പെരുന്നാൾ നടക്കാൻ പോകുകയാണ്. അങ്ങനെയാണെങ്കിൽ യെരൂശലേം ദൈവാലയത്തിന് സമീപത്തിൽ പെസക കഴിക്കാൻ ഒരപ്പറും 120 പേർക്ക് ഒരുമിച്ചിരിക്കത്തക്ക ഒരു സ്ഥലം യേശു കർത്താവിന് ആവശ്യമായിരുന്നു. ശിഷ്യന്മാരെ 2 പേരെ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ എവിടെ പോയി ചെയ്യും? യേശു പറഞ്ഞു കൊടുത്തു, നിങ്ങൾ അടുത്ത പട്ടണത്തിൽ. കഴുതയയക്കാൻ ഗ്രാമത്തിലാണ് വിട്ടത്. അപ്പോൾ ഗ്രാമവും യേശുവിന് പ്രധാനപ്പെട്ടതാണ്, പട്ടണവും യേശുവിന് പ്രധാനപ്പെട്ടതാണ്. എന്ന് പറഞ്ഞാൽ സ്തോത്രം, ട്രിവാൻഡ്രം യേശുവിന് പ്രധാനപ്പെട്ടതാണെന്ന്, പട്ടണം ദൈവത്തിന് പ്രധാനപ്പെട്ടതാണ്. ആകയാൽ പട്ടണത്തിലേക്ക് കടന്നു പോകണം, പട്ടണത്തിലേക്ക് നീ കടന്നു പോകണം, സിറ്റിയിലേക്ക് നീ പോകണം. ഗ്രാമത്തിൽ പോയി കഴുതയെ അയച്ച സഹോദരന്മാരെ, ഇനി നിങ്ങൾ സിറ്റിയിലും പോകണം. ഒരിടത്ത് മാത്രം ഒതുങ്ങിത്തീർന്ന പോലെ ഞാൻ അവിടെ ചിലത് നിനക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട്, പൊയ്ക്കോ. നേരെ പട്ടണത്തിലേക്ക് പോകുമ്പോൾ ഒരു സഹോദരൻ ഒരു കുടം വെള്ളവും കൊണ്ട്, വെള്ളവും ചുമന്ന് വരും. അവൻ്റെ പുറകേ പോകണം. പോയിട്ട് അവൻ്റെ വീട്ടിലെത്തുമ്പോൾ ചോദിക്കണം, എൻ്റെ ഗുരു പറഞ്ഞു വിട്ടിരിക്കുന്നു പെസക കഴിക്കാൻ ഒരു സ്ഥലം വേണമെന്ന്. അപ്പോൾ അവൻ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിക്കൊള്ളും. അങ്ങനെ ഇവർ പട്ടണത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഒരു സഹോദരൻ ഒരു കുടം വെള്ളവും കൊണ്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. സ്തോത്രം. പത്രോസും യോഹന്നാനും അവരെ പുറകെ പോയിട്ട് അവനോട് പറഞ്ഞു, ഞങ്ങൾ യേശുവിൻ്റെ ശിഷ്യന്മാരാണ്, യേശു ഞങ്ങളെ പറഞ്ഞയച്ചിരിക്കുന്നു, ഞങ്ങൾക്ക് പെസക കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഓഡിറ്റോറിയം ഇവിടെ ആവശ്യമായിരിക്കുന്നു. ഫാൻ അത്യാവശ്യത്തിന് വേണം,
ലൈറ്റ് അത്യാവശ്യത്തിന് വേണം. അതൊന്നും എഴുതിയിട്ടില്ല, ഞാൻ എൻ്റെ ഭാവന പറയുകയാണ്. അപ്പർ റൂം എന്ന് പറയുമ്പോൾ അതൊക്കെ വേണമല്ലോ, അതെല്ലാം വേണം. അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരിക്കുന്നു. അവൻ ഓടിച്ചെന്ന് പറഞ്ഞു, ബാ 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 ബാ, ഇതാണ് സ്ഥലം. അതെ, ഒരു കണക്ക് കൂട്ടലുകളും തെറ്റിപ്പോയില്ല. മനോഹരമായി എല്ലാവർക്കും ഇരിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം. ഇതുപോലെ കറുപ്പൊക്കെ അടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ചിലപ്പോൾ കാണുമായിരിക്കും. നമുക്കിന്ന് ഭാവനയെ കാണാം, ഇത് നമ്മുടെ അപ്പർ റൂമാണല്ലോ. പ്രൈസ് ദി ലോർഡ്. ഇതൊരു വിരിച്ചൊരുക്കിയ മാളിക മുറിയാണല്ലോ. എത്രയോ പ്രാവശ്യം ദൈവ സാന്നിധ്യം ഇവിടെ ഇറങ്ങി, എത്രയോ പ്രാവശ്യം തിരുമേശ ഇവിടെ നടന്നു, എത്രയോ പ്രാവശ്യം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അറിഞ്ഞോ. ആകയാൽ മനോഹരമായ ഒരു ഹാൾ റൂം. ഇനി ആ അപ്പർ റൂമിനെ കുറിച്ച് നമ്മളൊന്ന് നോക്കുന്ന സമയത്തിൽ എല്ലാം സുഭിക്ഷമായിരിക്കുന്നു, എല്ലാം സുഭിക്ഷമായിരിക്കുന്ന ഒരു സ്ഥലം. പക്ഷേ എന്തൊക്കെയോ ചില കുറവുകൾ അവിടെ ആ കൂട്ടത്തിൻ്റെ മധ്യത്തിലേക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം. ജസ്റ്റ് ഒന്ന് ചിന്തിക്കുന്ന സമയത്തിൽ ഈ ഒരു കുടം വെള്ളവും കൊണ്ടൊരു സഹോദരൻ ആ വീട്ടിനകത്തേക്ക് കയറി പോകണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ അപ്പർ റൂമിൽ വെള്ളത്തിന് ക്ഷാമമുണ്ട്. ചുമട്ട് വെള്ളമാണ് കോരുന്നത്. ഹല്ലേലൂയ. നിങ്ങളുടെ ഭവനത്തിനകത്ത് സ്വർഗത്തിലെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് എങ്കിലും ചില ക്ഷാമങ്ങൾ കടന്നു വരപ്പെടുമ്പോൾ നിങ്ങൾ വേദനിക്കരുത്, പ്രയാസപ്പെടരുത്. എൻ്റെ കർത്താവ് ഇല്ലാത്തത് കൊണ്ടല്ല, എൻ്റെ കർത്താവ് ഉണ്ട്. യോഹന്നാൻ സുവിശേഷം 2-ാം അധ്യായത്തിലേക്ക് കടന്നു പോകുന്ന സമയത്തിൽ കാനായിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയത് എല്ലാവർക്കും അറിയാം. യേശു അവിടെ ഉണ്ടായിരുന്നു, പക്ഷെ വീഞ്ഞ് തീർന്നില്ലേ? നമുക്ക് പറഞ്ഞൂടെ, കർത്താവ് ഉണ്ടായിരുന്നിട്ടും വീഞ്ഞ് തീരാതിരിക്കേണ്ടതായിരുന്നു. പക്ഷേ യേശു കർത്താവ് അവിടെ ഉണ്ടായിരുന്നിട്ടും വീഞ്ഞ് തീർന്നത് ഞങ്ങൾക്ക് സഹിക്കാനായിട്ട് കഴിയത്തില്ല. ആമേ, വീഞ്ഞ് തീർന്നു പോയി എന്ന് ആമേ ചിന്തിക്കാം. ഇല്ല, യേശു ഉള്ള സ്ഥലത്ത്, കർത്താവുള്ള സ്ഥലത്തും ചില ക്ഷാമങ്ങൾ കടന്നു വന്നു. പക്ഷേ ആ ക്ഷാമത്തിൻ്റെ മധ്യത്തിലേക്ക് ദൈവത്തിൻ്റെതായിട്ടുള്ള വലിയൊരു ഇടപെടൽ അവിടെ സംഭവിച്ചു. ദൈവത്തിൻ്റെതായിട്ടുള്ള വലിയൊരു അത്ഭുത പ്രവൃത്തി അവിടേക്ക് സംഭവിച്ചു. ആമീൻ. ആ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി സ്വർഗം അവരെ മാനിച്ചുവെങ്കിൽ നിന്റെ ക്ഷാമം, നിന്റെ ഇല്ലായ്മകള് ആമീൻ സമൃദ്ധിയായിട്ടുള്ള അനുഭവത്തിലേക്ക് കൊണ്ടെത്തിക്കുവാൻ എൻ്റെ ദൈവം ആമീൻ ശക്തനാണ്. തിന്നാലും കുടിച്ചാല് ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹിമയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുവൻ ഒരു വിഗ്രഹാർപ്പിതം, അതിൻ്റെ വിപരീതമായിട്ട് സ്വർഗം കൊടുത്തിരിക്കുന്ന പെസഹ, അതിനെ അതിജീവിക്കുവാൻ പെസഹയ്ക്ക് മാത്രമേ കഴിയത്തുള്ളൂ. ക്രിസ്തുവിൻ്റെ ആവശ്യങ്ങൾ. ശൂന്യകാര്യത്തെക്കുറിച്ച് ബൈബിളിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്തിൽ ആമേൻ വിശുദ്ധ വേദപുസ്തകത്തിലെ രാജാക്കന്മാരുടെ പുസ്തകത്തിനകത്ത് ഒരു ഭാഗമുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 8 മുതൽ വായിക്കുന്ന സമയത്തിൽ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് കാണുവാൻ കഴിയും. ഒരു ദിവസം എലിശ ശൂന്യമിലേക്ക് പോയി. അവിടെ ധനികയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ അവനെ ഭക്ഷണത്തിന് വരണം എന്ന് നിർബന്ധിച്ചു. പിന്നത്തേതിൽ അവൻ ആ വഴി പോകുമ്പോഴൊക്കെയും ഭക്ഷണത്തിന് അവിടെ കയറും. അവൾ തൻ്റെ ഭർത്താവിനോട്, നമ്മുടെ വഴിയായി കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായൊരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. 10-ാം വാക്യം മുതൽ നാം ചുവരോടുകൂടിയ ചെറിയൊരു മാളിക മുറി പണിതുണ്ടാക്കാം. മാളിക മുറി, അപ്പർ റൂം. ഒരു മാളിക മുറി നമുക്ക് പണിതുണ്ടാക്കാം. അതിൽ അവന് ഒരു കട്ടിലും ഒരു മേശയും ഒരു നാൽക്കാലിയും ഒരു നിലവിളക്കും വെക്കുക. അവൻ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവന് അവിടെ കയറി പാർക്കാലോ എന്ന് പറഞ്ഞു. പിന്നെ ഒരു ദിവസം അവൻ അവിടെ വരുവാനിടയായി. അവൻ ആ മാളിക മുറിയിൽ കയറി അവിടെ കിടന്നുറങ്ങി. അവൻ തൻ്റെ ബാല്യക്കാരനായ ഗേഹസിയോട് ശൂന്യംകാരത്തിയെ വിളിക്ക എന്ന് പറഞ്ഞു. അവൻ അവളെ വിളിച്ചു. അവൾ അവൻ്റെ മുമ്പിൽ നിന്നോ. എന്നിട്ടൊരു ചോദ്യം ഇപ്രകാരം ചോദിക്കുവാനായിട്ട് തുടങ്ങി. സ്തോത്രം. നീ ഞങ്ങൾക്ക് വേണ്ടി മനോഹരമായിട്ടൊരു മാളിക മുറി ഉണ്ടാക്കി തന്നു. അതിനകത്തൊരു കട്ടിലുണ്ട്, അതിനകത്തൊരു മേശയുണ്ട്, അതിനകത്തൊരു വെളിച്ചം വിളക്കുണ്ട്, കസേര ഒന്നേ ഉള്ളൂ. 2 പേരുണ്ടായിരുന്നു, ഒരാൾക്കേ കസേര കൊടുത്തുള്ളൂ. ഹേഗസി കൂടെ ഉണ്ടായിരുന്നു. എന്താണ് അദ്ദേഹത്തിന് ചെയർ കൊടുക്കാത്തതെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഭരിച്ചു മുടിച്ച് കളയുമായിരിക്കാം. പ്രൈസ് ദി ലോർഡ്. എന്നാൽ 2 പേര് ചെന്നപ്പോൾ ഒരു കസേരയും അവള് കൊടുത്തു. അങ്ങനെ എല്ലാം നീ ഞങ്ങൾക്ക് തന്നു. കസേരയുടെ ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ബാക്കി എല്ലാം നീ തന്നു. ആകയാൽ ഞാൻ നിനക്ക് വേണ്ടിയിട്ട്, ഞങ്ങൾ നിനക്ക് വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഹേഗസി തന്നെ ഉടനടി പറഞ്ഞു കൊടുത്തു, ഇവൾക്ക് പിള്ളേരില്ല, കുട്ടികളില്ല. അടുത്ത വർഷം ഞങ്ങൾ ഇതുവഴി പോകുന്ന സമയത്തിൽ നിനക്കൊരു പൈതലിനെ
ലഭിക്കും എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. സ്വർഗത്തിലെ ദൈവത്തിനോട് കാണിച്ച സ്നേഹത്തിന്റെ ഭാഗമായിട്ട് ആമേൻ ദൈവത്തിന് വേണ്ടി കൈനീട്ടിയ ആ കുടുംബത്തിനോട് ദൈവം ഒരു അത്ഭുതത്തെ ചെയ്തു. ആമേൻ വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് നല്ലതെന്ന് പഠിപ്പിച്ചതിന്റെ പിന്നിലൊന്നുണ്ട്. നീ കൊടുത്തത് മുഖാന്തരം അവൾക്കൊരു അനുഗ്രഹം അവിടേക്ക് കടന്നു വന്നു. ആ മാളിക മുറി അവൾ പണിതുണ്ടാക്കി. അവൾ ധനികയായിരിക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു. ആമേൻ ധനികയായിരിക്കുന്ന ഒരു സ്ത്രീ എന്നുള്ളത് 2 രാജാക്കന്മാർ 8-ാം അധ്യായം 3 മുതൽ വായിക്കപ്പെടുമ്പോൾ 7 സംവത്സരം കഴിഞ്ഞിട്ട് അവർ ഫെലിസ്ത്യ ദേശത്തിൽ നിന്ന് മടങ്ങി വന്നു. പിന്നെ അവൾ തന്റെ വീടും നിലവും സമ്മതിച്ചു. വീട് നിലം സമ്മതിച്ച് രാജാവിനോട് സങ്കടം ബോധിപ്പിച്ചിരുന്നു. രാജാവ് സ്ത്രീയോട് ചോദിപ്പാൻ അവളും അത് വിവരിച്ചു പറഞ്ഞു. രാജാവ് ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു. എന്താ പറഞ്ഞാൽ ഇവക്ക് ഒത്തിരി വീടും സ്ഥലവും ഏക്കർ കണക്കിന് വസ്തുവുള്ള ഒരു സ്ത്രീയാണ് ഭർത്താവുമാണ്. പക്ഷേ എങ്കിലും അവിടെ ഒരു ക്ഷാമം വന്നു. കുഞ്ഞുങ്ങളില്ലായിരുന്നു, എല്ലാമുണ്ട്, ഒന്നുമില്ലായിരുന്നു. ദൈവം അത് പരിഹരിച്ചു. വലിയൊരു വിവാഹ വിരുന്ന് കാനായിൽ, അവിടെ വീഞ്ഞിന് ഷോർട്ടേജ് വന്നു. ദൈവം അത് പരിഹരിച്ചു. വലിയൊരു വൻമാളിക, ഒരു അപ്പർ റൂം, ക്രിസ്തുവിന് പെസക ഒഴുക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ വീട്. ഞാൻ ആ വലിയ വീടെന്നൊക്കെ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായി. 120 പേർക്ക് ഒരുമിച്ചിരിക്കത്തക്ക ഒരു ഹാൾ, അല്ലെ ഒരു ഓഡിറ്റോറിയം ഉള്ള ഒരാൾ ചില്ലറക്കാരനല്ല. ഒരു ബെഡ്റൂമും 2 അടുക്കളയും ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതിനൊന്നും വലിയ അർത്ഥമൊന്നുമില്ല. അതൊക്കെ സാധാരണ കണ്ടീഷനാണ്. പക്ഷേ ഇതല്ല. 120 പേർക്ക് താമസിക്കാൻ, 120 പേർക്ക് ഒരുമിച്ച് ആരാധിക്കാൻ, ആമേൻ ഒക്കെയുള്ള ഒരു സ്ഥലമുള്ള ഒരു വീടെന്ന് പറഞ്ഞാൽ ആ ദേശത്തിലെ ധനികന്റെ വീടാണ്. ആ ദേശത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരി തന്നെയാണ്. ചില ക്ഷാമങ്ങൾ കടന്നു വരും, ചില ബുദ്ധിമുട്ടുകൾ വരും. വലിയവർ എന്ന് പറഞ്ഞ്, അനുഗ്രഹിക്കപ്പെട്ടവരെന്ന് പറഞ്ഞിട്ട് ചില ക്ഷാമങ്ങൾ അനുഭവിക്കുന്നവർ നിരാശപ്പെടരുത്. അതൊരു അനുഗ്രഹത്തിന്റെ ലക്ഷണമാണ്. ചില ക്ഷാമങ്ങൾ അത് മാറ്റാൻ ശക്തനായിരിക്കുന്ന കർത്താവ് ഇവിടെ ഉണ്ട്. ആകയാൽ അപ്പർ റൂം ഒരുങ്ങി. ആ അപ്പർ റൂമിലേക്ക് യേശു കർത്താവും ശിഷ്യന്മാരും ഒരുമിച്ച് കടന്നു ചെല്ലുകയാണ്. കടന്നു ചെല്ലുന്ന സമയത്തിൽ തന്നെ ആമേൻ ആ കുടുംബത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം വ്യാപരിക്കുവാൻ തുടങ്ങുന്നു. വലിയ സന്തോഷത്തിൻ്റെ അനുഭവം വരുന്നു. എന്താണ് അതിൻ്റെ പ്രത്യേകത? കർത്താവിന് ആര് കൊടുക്കുന്നോ അവർ അനുഗ്രഹിക്കപ്പെടും. മാത്രമല്ല ദൈവം ചിലരെ പത്രോസിന്റെ പട കൊടുത്തപ്പോൾ അനുഗ്രഹിക്കപ്പെട്ടില്ലേ, അതുപോലെ ദൈവം സമാഗമന കൂടാരത്തിന്റെ പണിക്ക് വേണ്ടി ചിലർ കൊടുത്തേ പറ്റൂ എന്ന് നിർബന്ധിപ്പിച്ചു. പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം 2 മുതൽ വായിക്കുന്ന സമയത്തിൽ, എനിക്ക് വഴിപാട് കൊണ്ടുവരുവാൻ ഇസ്രായേൽ മക്കളോട് പറക, നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടി വഴിപാട് വാങ്ങണം. നല്ല മനസ്സോടെ വരുന്നവൻ്റെ നിന്ന് മേടിക്കണം, നല്ല മനസ്സില്ലാത്തവൻ്റെ മേലിൽ നിന്ന് മേടിക്കണ്ട. സമാഗമന കൂടാരത്തിന് ഒത്തിരി ആവശ്യങ്ങളുണ്ടായിരുന്നു. ദൈവത്തിന് കൊണ്ടു നടക്കത്ത സഞ്ചരിക്കത്തക്ക ഒരു ടെൻറ്റ് വേണമായിരുന്നു, ഒരു ആലയം. ആദ്യത്തെ ദൈവത്തിൻ്റെ ആലയം, ദൈവത്തിന് ആലയം പണിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മോശയോട് ദൈവം പറഞ്ഞത്, നീ അനൗൺസ് ചെയ്യണം. സമാഗമന കൂടാരത്തിൻ്റെ പണികൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും വഴിപാട് കൊണ്ടുവരണം. ഇസ്രായേൽ മക്കളോട് പറയുക, നല്ല മനസ്സോടെ തരുന്ന ഏവനോടും നിങ്ങൾ എനിക്ക് വേണ്ടിയിട്ട് വഴിപാട് വാങ്ങണം എന്നുള്ളതിനെക്കുറിച്ച് അതേ പറഞ്ഞു. അതിൽ 5-ാം വാക്യത്തിലേക്ക് പോകുമ്പോൾ അതിൽ കൊണ്ടുവന്ന ഒരു സാധനത്തിൻ്റെ പ്രത്യേകതയാണ് ചുവപ്പിച്ച ആട്ടുകൊറ്റൻ തോൽ, തഹശുതോൽ, ഖദിരമരം. ശ്രദ്ധിക്കണമേ, ചുവപ്പിച്ച ആട്ടുകൊറ്റൻ തോൽ, തഹശുതോൽ, ഖദിരമരം. ആട്ടുകൊറ്റൻ്റെ തോലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. പള്ളിപ്പണിക്ക് വേണ്ടിയിട്ട് ചോദിച്ചതാണ്, അവർ കൊണ്ടുവന്നതാണ്. ആലയപ്പണിക്ക് വേണ്ടിയിട്ട് തഹശുതോല് എന്ന് പറഞ്ഞു കഴിഞ്ഞാലിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ആട്ടിൻ്റെ തോലെന്ന് പറഞ്ഞു കഴിഞ്ഞാലിട്ട് സാധാരണയായിട്ട് എല്ലാവർക്കും അതിനെക്കുറിച്ച് അറിയാം. ആട്ടും തോല് നല്ല വിലയുള്ള സാധനമാണ്, അത് കുഴപ്പമില്ല. തോല് ലെതർ എന്ന് പറഞ്ഞാൽ നല്ലതാണ്. പക്ഷെ തഹശുതോല് ഇത് ഈജിപ്തിൽ മാത്രം, മിസ്രൈമിൽ മാത്രം കാണുന്ന സീൽ എന്ന് പറയപ്പെടുന്ന ഒരു പ്രത്യേക തരം മൃഗത്തിൻ്റെ തോലാണ് സീൽ. അപ്പോൾ ഈ സീലിൻ്റെ തോല് സ്തോത്രം കൊണ്ടുവരാൻ പറഞ്ഞു. എവിടെ? സമാഗമന കൂടാരത്തിൻ്റെ അടുക്കൽ. പക്ഷേ ഇവരും ഇസ്രായേലിൽ നിന്ന് ഇസ്രായേൽ ജനങ്ങളെ ദൈവം പുറപ്പെടുവിച്ചു കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ ഈജിപ്തിലുള്ള സാധനം എവരുടെ കയ്യിൽ ഉണ്ടാകുമോ? ഒരു സംശയം. വചനം കൂടുതൽ പഠിക്കാൻ അറിയുന്നവർക്ക് ഇതൊക്കെ മനസ്സിലാകുന്നതായിരിക്കും. എങ്ങനെ ഇവരുടെ കയ്യിലുണ്ടാകും? ഈജിപ്തിലുള്ള മൃഗമാണ്. ഞങ്ങളിപ്പോൾ ഇസ്രായേലിലേക്ക് ജൈത്രയാത്ര നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾക്ക് പള്ളിപ്പണിക്ക് വേണ്ടിയിട്ട് ഈ സീലിൻ്റെ തോല്, തഹശുതോല് സ്വന്തം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എവിടെ നിന്നെടുക്കും? പക്ഷെ അവരുടെ കൈവശം തഹശുതോല് ഉണ്ടായിരുന്നു. എന്തായിരുന്നു ആ തഹശുതോല് ഇവർ കൈവശം വച്ചേക്കാനുള്ള കാരണം? യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ, യെഹെസ്കേൽ പ്രവചനം 16-ാം അധ്യായം 10-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഞാൻ നിന്നെ വിചിത്ര വസ്ത്രം ധരിപ്പിച്ച് തഹശുതോൽ കൊണ്ടുള്ള ചെരിപ്പിടിവിച്ച് ശണപടം കൊണ്ട് ചുറ്റി പട്ട് പുതപ്പിച്ചു.
തഹശുതോൽ കൊണ്ടുള്ള ചെരുപ്പ് എന്ന് പറഞ്ഞാൽ, മരുഭൂമിയിലൂടെ ഇവർ ജൈത്രയാത്ര ആരംഭിച്ചപ്പോൾ അതൊരു ചെറിയ ദൗത്യമല്ല, വലിയ ദൗത്യമാണ്. നിങ്ങളിന്ന് ചിലർ വളരെ ബുദ്ധിമുട്ടി ഇവിടെ വന്നതുപോലെ ഓരോ ആഴ്ചകളിൽ നിങ്ങൾ 2-3 ബസ്സിലൊക്കെ കയറി വളരെ വിദൂരത്തിൽ നിന്ന് ചിലരൊക്കെ വരുന്നത് പോലെ ഇച്ചിരി റിസ്ക്കുള്ള കാര്യമാണ് മരുഭൂമിയിലൂടെയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ചുകൊണ്ട് പോകാതിരിക്കാൻ പറ്റൂല. ദൈവത്തിൻ്റെ പദ്ധതി അതാ. അതുകൊണ്ട് എത്ര ദൂരം എന്ന് പറഞ്ഞാലും പോവാതിരിക്കാൻ പറ്റത്തില്ല, പോയാലേ പറ്റത്തുള്ളൂ. ആകയാൽ അവരുടെ മരുഭൂ പ്രയാണത്തിന് അവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ചെരുപ്പ്. അത് തഹശുതോൽ കൊണ്ടുള്ള ചെരുപ്പാണ് എന്ന് പറഞ്ഞാൽ, സ്തോത്രം, ഈ ചൂടിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, ഈ ചൂടേറിയ മണലിൽ അവർക്ക് നടന്ന് പോകണമെങ്കിൽ ഈ ചെരുപ്പ് അവർക്ക് ഉണ്ടായാലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സ്തോത്രം, ഖദിരമരം വഴിയിൽ നിന്ന് കിട്ടിയെന്നിരിക്കപ്പെടാം, ക്ഷണവസ്ത്രം വഴിയിൽ നിന്ന് കിട്ടും, അതൊക്കെ നമുക്ക് അവിടെ സുലഭമാണ് ഇസ്രയേലിൽ. പക്ഷേ തഹശുതോല് മാത്രം ഇവിടെ കിട്ടത്തില്ല. അതുകൊണ്ട് അവർ മാക്സിമം സ്വരൂപിച്ചു വച്ചിരുന്നു. ഒരു ചെരുപ്പ് തീരുമ്പോൾ അടുത്ത് ചെരുപ്പുണ്ടാക്കി ഞങ്ങൾ ഇടും, ഒരു ചെരുപ്പ് തീരുമ്പോൾ അടുത്ത് വീണ്ടും പുതച്ചു കെട്ടും. പക്ഷെ ദൈവം പറഞ്ഞത്, നീ മരുഭൂ പ്രയാണത്തില് നീ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ തഹശുതോൽ ഉണ്ടല്ലോ, അതെന്റെ ആലയത്തിന്റെ തറയുടെ പണി തീർന്നിട്ടില്ല കേട്ടോ, ഫ്ലോറിന്റെ പണി തീർന്നിട്ടില്ല കേട്ടോ. ഫ്ലോറില് സ്വത്രം വിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും തഹശുതോല് ആലയത്തിനകത്ത് കൊണ്ടുവരണം. ജനങ്ങൾ ചെരുപ്പുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ സ്വരൂപിച്ചു വെച്ചിരുന്ന തഹശുതോല് മുഴുവനും കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ വഴിപാടർപ്പിച്ചു. ഞങ്ങളുടെ കാലയിൽ ചെരുപ്പില്ല എങ്കിലും കുഴപ്പമില്ല, ഞങ്ങളുടെ പള്ളിയുടെ തറയുടെ പണി ഭംഗിയായിട്ട് തീർന്നേ പറ്റൂ. സ്തോത്രം, തഹശുതോല് കൊണ്ടുവന്ന് സ്തോത്രം എല്ലാവരും നേർച്ച അർപ്പിക്കാൻ തുടങ്ങി. സ്തോത്രം, സമാഗമന കൂടാരത്തിന്റെ പണിക്കാര് ഈ തോലെടുത്ത് നിലത്തങ്ങോട്ട് വിരിച്ചു. ആമേൻ, സ്തോത്രം. ഇതുപോലുള്ള മാറ്റ് പോലെയുള്ള അതിനേക്കാളും ഭംഗിയാണ് ദൈവത്തിന്റെ ആലയിൽ. നന്നാകട്ടെ, പ്രൈസ് ദി ലോർഡ്. എല്ലാവരും ഒന്നിനു പുറകെ ഒന്നായിട്ട് എല്ലാവരും എല്ലാം വിരിച്ചിട്ടോ. ഒരൊറ്റ വ്യക്തിയുടെ കയ്യിൽ പിന്നെ തഹശുതോലില്ല. ഈ മരുഭൂമിയിൽ എങ്ങനെ ഇവർ നടക്കും? അതൊരു ചോദ്യമാണ്. ദൈവം ചോദിച്ചു, ദൈവത്തിന് കൊടുത്തു. ദൈവത്തിന്റെ ആലയത്തിന്റെ പണിക്ക് വേണ്ടിയിട്ട് എൻ്റെ വീട്ടിലുണ്ടായിരുന്ന, എനിക്ക് അത്യാവശ്യം ഇവിടെ പൈസ കൊടുത്താൽ പോലും കിട്ടാത്ത സാധനം ഞാൻ കൊണ്ടുവന്ന് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ കൊടുത്തു. ദൈവം എന്ത് ചെയ്തെന്നറിയാവോ? ഒരു ഭാഗത്ത് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, എനിക്ക് എൻ്റെ പ്രാപ്തിയല്ല, എൻ്റെ പ്രാപ്തിക്ക് മീതെ ഞാൻ കൊടുത്തു. ഖദിരമരമാണെങ്കിൽ എത്ര ആണോ കൊടുക്കാമായിരുന്നു, കുഴപ്പമില്ല. പക്ഷേ ഈ തഹശുതോല് കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇടന്ന് മേടിക്കും. ഇനി ഇസ്രായേലിൽ പോയി മേടിക്കാൻ പറ്റുമോ? അവിടെ പോയി അവന്മാർ പിടിച്ച് അറസ്റ്റ് ചെയ്യും. അങ്ങോട്ട് പോകാനേ പറ്റത്തില്ല. ഇത് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്, ഇത് അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്, ഇതിവിടെ കിട്ടത്തില്ല, ഇന്ത്യ കിട്ടത്തില്ല എന്നാ ഈ സാധനം. എല്ലാം കൊണ്ടു കൊടുത്തു. പക്ഷെ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, അവൻ ആർക്കും കടക്കാരനല്ല. എൻ്റെ ദൈവം ആർക്കും കടക്കാറില്ല. വേദപുസ്തകത്തിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഒരു ഭാഗം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ആവർത്തന പുസ്തകം 29-ാം അധ്യായം 4-ാം വാക്യത്തിൽ തഹശുതോല് കൊടുത്ത ദൈവജനത്തിന് ദൈവം എന്ത് കൊടുത്തെന്നറിയാമോ? ഞാൻ 40 സംവത്സരം നിങ്ങളെ മരുഭൂമിയിൽ നടത്തി, നിങ്ങൾ ഉടുത്തിരുന്ന വസ്ത്രം ജീർണിച്ചില്ല, കാലിലെ ചെരുപ്പ് പഴകിപ്പോയിട്ടുമില്ല. തഹശുതോൽ എപ്പോ പള്ളിപ്പണിക്ക് വേണ്ടിയിട്ട് അവർ കൊടുത്തോ, അതിനുശേഷം ഒരൊറ്റവന്റെ ചെരുപ്പും തേഞ്ഞു പോയില്ല. അത് അതുപോലെ തന്നെ നിർത്തി. ആകയാൽ ദൈവത്തിന് വേണ്ടി ദൈവജനമേ, നാം എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ അവൻ കടക്കാരനല്ല. ആ കാലിലെ ചെരുപ്പിനെ അവൻ സൂക്ഷിച്ചു. ആ കാലിലെ ചെരുപ്പ് തേഞ്ഞു പോകാതെ 40 വർഷം ഒരു ചെരുപ്പ് ഉപയോഗിച്ചു. 40 വർഷം അവർ ഒരു ചപ്പൽ ഉപയോഗിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 40 വർഷം ദൈവത്തിന് യാഗമായി സ്തോത്രക്കാഴ്ച കൊടുത്ത തഹശുതോല് കൊണ്ടുവന്ന് അവന് ചെരുപ്പുണ്ടാക്കാൻ വച്ചിരുന്ന പുതിയ സാധനത്തെ, തോലിനെ കൊണ്ട്, ലെതറിനെ കൊണ്ട് ആലയത്തിന്റെ ഫ്ലോറിന്റെ വർക്കിന് വേണ്ടിയിട്ട് കൊടുത്ത ദൈവജനത്തിന് 40 വർഷം ഇവർ ഉപയോഗിച്ചിട്ട് ആ ചെരുപ്പ് തേഞ്ഞു പോയില്ല എന്ന്, ആ ചെരുപ്പ് മാറിപ്പോയില്ല. അങ്ങനെയാണെങ്കിൽ നിന്റെ വയറിറക്കി കെട്ടി ദൈവനാമ മഹിമയ്ക്ക് വേണ്ടി കൊടുത്തത് നിന്റെ അധിക ചെലവ് ദൈവം മാറ്റാൻ പോവുകയാണ്. മറന്നു പോകരുത്. നിന്റെ കുഞ്ഞിനെ കുടുംബകാര്യാദികളിൽ ഉൾപരിയായി ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി നീ സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ നിന്റെ ഭവനം തേഞ്ഞു പോകത്തില്ല. കാരണം നിന്റെ ഒരേ ഒരു കുഞ്ഞിനെ നീ ദൈവത്തിനായി കൊടുത്തിരിക്കുന്നു എങ്കിൽ, നിന്റെ വാഹനത്തെ നീ ദൈവത്തിനായി കൊടുത്തിരിക്കുകയാണോ? നിന്റെ സമയത്തെ നീ ദൈവത്തിനായി കൊടുത്തിരിക്കുന്ന അവസ്ഥയാണോ? നിനക്ക് വലുതെന്ന് തോന്നുന്ന പലതും ദൈവത്തിന്റെ നാമത്തിന്റെ മഹിമയ്ക്ക് വേണ്ടിയിട്ട് നീ കൊടുത്തിരിക്കുന്ന വ്യക്തി ആയിരിക്കുന്നു എങ്കിൽ, പ്രൈസ് ദി ലോർഡ്, സ്വർഗ്ഗത്തിലെ കർത്താവ് 40 വർഷമായാലും നിനക്ക് ക്ഷാമം വരത്തില്ല. തഹശുതോല് കൊണ്ടുവന്ന ആലയത്തിന്റെ ഫ്ലോറിന്റെ വർക്കിന് വേണ്ടിയിട്ട് നിരത്തി വെച്ചപ്പോൾ അവർ വിചാരിച്ചു, ഈ മരുഭൂമിയിൽ ഞങ്ങളുടെ കാല് പൊള്ളും, മരുഭൂമിയിൽ ഞങ്ങളുടെ കാല് പൊള്ളും. പക്ഷെ
പക്ഷേ അവരുപയോഗിച്ചിരുന്ന ചെരുപ്പിന് തേയ്മാനം വരാതെ സൂക്ഷിക്കുവാൻ ദൈവത്തിന് കഴിഞ്ഞുമെങ്കിൽ ഇല്ലാത്തതിന് ഉള്ളതിനെ സൃഷ്ടിക്കുവാൻ കഴിവുള്ള ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ് നിന്റെ സമയം കൊടുക്കുമ്പോൾ, നിന്റെ ആരോഗ്യം ദൈവത്തിനായി കൊടുക്കുമ്പോൾ, നിന്റെ കഴിവുകൾ ദൈവത്തിനായി കൊടുക്കുമ്പോൾ, നിന്റെ സാമ്പത്തികം നീ ദൈവത്തിനായി കൊടുക്കുമ്പോൾ, നിന്റെ വാഹനത്തിൽ ചിലത് ദൈവത്തിനായി കൊടുക്കുമ്പോൾ, നിന്റെ വാഹനത്തിൽ തേഞ്ഞ് നൂല് കണ്ട ടയറുണ്ടല്ലോ, ദൈവവേലയ്ക്ക് വേണ്ടി ഓടുമ്പോ, ദൈവത്തിന്റെ സഭയ്ക്ക് വേണ്ടി ഓടുമ്പോ അത് പിന്നെ പഞ്ചറാകത്തില്ല കേട്ടോ, അത് വെടി വരത്തില്ല കേട്ടോ. കാരണമുണ്ട്, 40 വർഷക്കാലം അവരുടെ ടയർ തേഞ്ഞില്ല, 40 വർഷക്കാലം അവരുടേതായിട്ടുള്ള ചെരുപ്പ് തേഞ്ഞില്ല. കർത്തൃസന്നിധിയിൽ അപ്പർ റൂം അനുഗ്രഹം പ്രാപിക്കാൻ പോവുകയാണ്. അതിനകത്ത് യേശു കർത്താവും ശിഷ്യഗണങ്ങളും അതിനകത്തേക്ക് പ്രവേശിച്ചു. അവർ ഒരുമിച്ച് തിരുമേശയുടെ അടുക്കലേക്ക് കടന്നു പോകുന്നു. ആ തിരുമേശയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നു. മർക്കോസ് സുവിശേഷം 14-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങളിലേക്ക് കടക്കുമ്പോൾ, മർക്കോസ് സുവിശേഷം 14-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങളിലേക്ക് പോകുമ്പോൾ, സന്ധ്യയായപ്പോൾ അവൻ പന്തിരുവരോടുകൂടെ വന്നു. അവൻ ഇരുന്ന് ഭക്ഷിക്കുമ്പോൾ യേശു, നിങ്ങളിൽ ഒരുവൻ എന്നോടുകൂടെ ഭക്ഷിക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. എവിടെ ഇപ്പോൾ? അപ്പർ റൂമിനകത്ത്. എവിടെ ഇപ്പോൾ? വിരിച്ചൊരുക്കിയ മാളിക മുറിക്കകത്ത്. ആരൊക്കെ ഉണ്ട്? യേശു അധ്യക്ഷനായിട്ടിരിക്കുന്നു, ശിഷ്യന്മാരെല്ലാം ഒപ്പം കൂടെ ഇരിക്കുന്നു. ആമേൻ. ഇസ്കര്യോത്ത, യൂദ ഉൾപ്പെടെ എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ്. എല്ലാവരും ഒരുമിച്ചിരിക്കുന്നു. അതിനകത്ത് ഫാനുണ്ട്, ലൈറ്റുണ്ട്, എല്ലാം ഭംഗിയായിട്ടുണ്ട്, നല്ല ടേബിളുകളുണ്ട്, എല്ലാം അറേഞ്ച്മെൻറ്റ്. ഒരു തിരുമേശയ്ക്ക് ആവശ്യമായിട്ടുള്ള സകല ക്രമീകരണങ്ങളും ആ കൂട്ടത്തിലേക്കുണ്ട്. മത്തായി സുവിശേഷം 26-25 യേശു പിന്നെയും പറയുന്നു, എന്നാറേ അവനെ കാണിച്ചു കൊടുത്ത യൂദ, ഞാനോ റബ്ബി എന്ന് പറഞ്ഞതിന് നീ തന്നെ എന്ന് അവൻ പറഞ്ഞു. തീർന്നില്ല. വീണ്ടും ലൂക്കോസ് സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക്, എന്നാൽ 12 കൂട്ടത്തിൽ ഉള്ള ഇസ്കര്യോത്ത യൂദയിൽ സാത്താൻ കടന്നു. മത്തായി സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം, അവൻ ആ വെള്ളിക്കാശ് മന്ദിരത്തിൽ എറിഞ്ഞു, ചെന്ന് കെട്ടി ഞാണു ചത്തു. കെട്ടി തൂങ്ങി ചത്തു, അതാണ് അതിൻ്റെ അർത്ഥം. അവൻ കെട്ടി ഞാണ് ചത്തുകളഞ്ഞു. ഇനി കാര്യങ്ങൾ ഇത്തിരി സീരിയസ് ആകുകയാണ്. യേശു കർത്താവുള്ള അപ്പുറവും, യേശു കർത്താവ് എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുക്കുന്നു. യേശു അവരുടെ കാല് കഴുകുന്നു. യേശു തൂവാലയെടുത്ത് അത് തുടയ്ക്കുന്നു. ഭക്തിസാന്ദ്രമായ അപ്പുറവും, ഭക്തിസാന്ദ്രമായ ദൈവ സാന്നിധ്യമുള്ള ഒരു മനോഹരമായ വിരിച്ചൊരുക്കിയ മാളിക മുറി. അവിടെ എല്ലാവരും ഇരുന്നപ്പോൾ ഒരാളുടെ ഉള്ളിൽ സാത്താൻ കയറി. ചിന്തിക്കണമേ, യേശു കൂടെ ഉണ്ടായിരുന്നപ്പോഴും ഒരു വ്യക്തിയുടെ ഉള്ളിൽ പിശാച് കയറി. ഒരു വ്യക്തിയുടെ ഉള്ളിനകത്ത് പിശാച് കയറി. എന്തിന്? ഒരു ചാണ് കയറെടുക്കണം, ഒരു ചാണ് കയറെടുക്കണം. അതിനു വേണ്ടിയിട്ടാ സാത്താൻ അവൻ്റെ ഉള്ളിനകത്ത് കയറുമ്പോൾ ഒന്ന് ക്രിസ്തുവിനൊരു പേരുദോഷം വരുത്തണം, അപ്പർ റൂമിൻ്റെ ഉടമസ്ഥനൊരു പേരുദോഷം വരുത്തണം. അതിനകത്ത് കൂടിയിരിക്കുന്നു. ശരിയല്ലേ സഹോദരങ്ങളെ? നിങ്ങളുടെ ഭവനത്തിനകത്ത് ഒരു ആരാധന നടക്കുന്നു, അല്ലെങ്കിൽ എന്തോ ആയിക്കൊള്ളപ്പെടട്ടെ, പെട്ടെന്ന് ഒരുവൻ്റെ ഉള്ളിനകത്തെ പിശാച് കയറിയിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ നിങ്ങൾക്ക് നാണക്കേടല്ലേ? ഞാൻ പറയട്ടെ, ആരാധന പോട്ടെ, നിങ്ങളുടെ കല്യാണം, നിങ്ങളുടെ വീട്ടിലെ കല്യാണം വീട്, ആ കല്യാണ വീട്ടിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് മാത്രമാണോ? ആ വ്യക്തിയുടെ കുടുംബത്തിന് മാത്രമാണോ? ഇല്ല, ആ വിവാഹ വീട്ടിന് മുഴുവനും പ്രശ്നമാണ്. ഇവിടെയാണ് വെള്ളത്തിന് ക്ഷാമമുള്ള ഭവനത്തിനകത്ത് വീണ്ടും മാനക്കേട്. വെള്ളത്തിന് ക്ഷാമമുള്ള ഭവനത്തിനകത്ത് വീണ്ടും ഒരു പ്രയാസം. യേശു ഇല്ലായിരുന്നു. ഉണ്ട്. ഞാൻ പറയട്ടെ, യേശു ഇല്ലാത്തത് കൊണ്ടല്ല ചിലയിടത്ത് പിശാചിന്റെ സ്വാധീനം. യേശു ഇല്ലാത്തത് കൊണ്ടല്ല ചിലയിടത്ത് സാത്താന്റെ സ്വാധീനം കടന്നു വരുന്നത്. യേശു ഉണ്ട്. യേശു അവിടെ ഉണ്ട്. ഉള്ളപ്പോൾ തന്നെ അങ്ങ് കുറച്ചു മാറിയിരിക്കുന്ന ഒരുവന്റെ ഉള്ളിനകത്ത് ശൈത്താൻ കയറി. നിങ്ങൾ ക്രിസ്തു നിങ്ങളുടെ അടുക്കൽ ഉണ്ടെന്ന് വെച്ചുകൊണ്ട് പിശാചിന് ഇടം കൊടുക്കരുത്. അവൻ എവിടെയും കയറാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അവൻ എവിടെയും പോരാടാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അവൻ എവിടെയും ഏത് വിധത്തിലേക്ക് ആക്രമിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം.
അവന്റെ ശക്തിയെ തിരിച്ചറിഞ്ഞ പോരാ, അവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണം. അവന്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണം. യെരൂശലേം ദൈവാലയത്തിൽ കൂടാര പെരുന്നാൾ അടുത്ത് ആഘോഷിച്ച് നടക്കപ്പെടുമ്പോൾ ദേശം മുഴുവന് പെസഹ കുഞ്ഞാടിനെ അറുത്ത് ആമേ ഭക്തിസാന്ദ്രമായിട്ടുള്ള അനുഭവത്തിലേക്ക് ഇരിക്കപ്പെടുമ്പോൾ ആരെ വിഴുങ്ങേണ്ടെന്ന് ഓടി നടക്കുന്ന ശൈത്താന്റെ ശക്തി അടുത്തുള്ള ആമേ കുടുംബത്തിൽ അല്ല കയറുന്നത്. ക്രിസ്തു എവിടെ ഇരുന്നോ ആ യേശു കർത്താവിന്റെ സാന്നിധ്യം ഉള്ളിടത്ത് പിശാച് വന്നു. ആ സാന്നിധ്യം ഉള്ളിടത്ത് പിശാച് വന്നു. യേശുവിന്റെ പ്രസൻസ് ഉള്ളിടത്ത് പിശാച് വന്നു. യേശുവിന് വേണ്ടിയിട്ട് മനോഹരമായിട്ടുള്ള മാളിക കൊടുത്ത ആ വീട്ടിനകത്ത് സൈത്താൻ വന്നു. ആ അപ്പർ റൂമിനകത്ത് പിശാച് വന്നു. ആ സൈത്താൻ അവിടെ കടന്നു വന്ന് അവന്റെ ഉള്ളിനകത്തേക്ക് കയറി. പാവപ്പെട്ട യൂദ, അവൻ നിരപരാധിയാ. പക്ഷെ പിശാച് കയറിയപ്പോ പിന്നെ മരിക്കണം, ജീവിക്കണ്ട. ഒരു വ്യക്തിയുടെ ഉള്ളിനകത്ത് ശൈത്താൻ കയറുമ്പോ അവനെ ജീവിക്കാൻ വിടത്തില്ല. മരിക്കണം, മരിക്കണം, മരിക്കണം. ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും ആ ചിന്ത വരുന്നുണ്ടോ? ഞാൻ പറയട്ടെ, നീ അപ്പർ റൂമിനകത്ത് ഇരിക്കുന്നുവെങ്കിലും നിന്റെ ഉള്ളിനകത്ത് പിശാച് കയറിയെന്നാണ് അർത്ഥം. നീ മരണത്തെക്കുറിച്ച് ചിന്തിച്ചോ കഴിഞ്ഞ ആഴ്ചയിൽ? നീ മരണത്തെക്കുറിച്ച് സംസാരിച്ചോ കഴിഞ്ഞ ആഴ്ചയിൽ? മരണത്തെക്കുറിച്ചുള്ള ചിന്തകൾ നിന്റെ മേലെ കടന്നു വന്നുവോ? ആകയാൽ അത് ശൈത്താന്റെ സ്വാധീനമാണ്, മറക്കരുത്. ഇന്ന് നീ തോൽക്കേണ്ടുന്ന വ്യക്തിയല്ല, നീ ഇന്ന് ഫൈറ്റ് ചെയ്ത് ജയിക്കണം. എന്റെ നാഥൻ ഉള്ളിടത്ത് ഞാൻ ഇരിക്കപ്പെടുമ്പോൾ എന്റെ ഉള്ളിനകത്ത് പിശാച് കയറി ഒരു തുണ്ട് കയറിൽ എന്റെ ജീവനെ ഒടുക്കുവാൻ ഞാൻ അനുവദിക്കത്തില്ല, ഞാൻ സമ്മതിക്കത്തില്ല. സഹോദരങ്ങളെ, സംഭവം ദയനീയമായി. അവന്റെ ഉള്ളിനകത്ത് പിശാച് കയറി. അവൻ എവിടെ നിന്നില്ലാതെ ആമേൻ ഇറങ്ങിത്തിരിച്ചു. അപ്പോഴും ദൈവ സാന്നിധ്യത്തിന് കുറവില്ല. അപ്പോഴും ക്രിസ്തു അവിടെ ഉണ്ട്. പക്ഷേ ഒരു തുണ്ട് കയറെടുത്തു. ആ കയറിലേക്ക് യൂദ കെട്ടിത്തൂങ്ങി മരിച്ചപ്പോ അപ്പർ റൂമിന്റെ ഉടമസ്ഥന് മാനക്കേടായി. ഞങ്ങൾ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ സംഭവിച്ചുവല്ലോ. യേശുവിന്റെ ശിഷ്യന്മാർക്ക് അതിനേക്കാളും വലിയ മാനക്കേടായി. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പെസഹ കഴിച്ചിട്ടും പിശാച് ഞങ്ങളെ തോൽപ്പിച്ചുവല്ലോ. കർത്താവ് ഇല്ലാത്ത സമയമായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ യേശു ഞങ്ങളുടെ അടുക്കലുണ്ടായിരുന്നു. അപ്പോൾ തന്നെ പിശാച് ആക്രമിച്ചല്ലോ. ഞാൻ വായിച്ചു, പിശാച് അവനിൽ കയറിയെന്ന്. ബൈബിൾ എങ്ങനെ എഴുതി? പിശാച് അവനിൽ കയറി. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ അവർ ആത്മീകരായതുകൊണ്ട്, ആത്മശക്തി ഉള്ളതുകൊണ്ട് പ്രതിസന്ധികൾ അവർ തോൽക്കാതെ നിന്ന് കാണും. പ്രതികൂലത്തിൽ നിന്നാൽ പക്ഷേ ഉള്ളിനകത്തൊരു ഒരു ഇളിഫ്യത. പല ചോദ്യങ്ങൾക്കും ആൻസർ ഇല്ല. യേശു ഉണ്ടായിരുന്നിട്ട് എന്ത് സംഭവിച്ചു? ഇത് യേശു കർത്താവിന്റെ ശിഷ്യന്മാരുണ്ടായിരുന്നിട്ട് എന്ത് സംഭവിച്ചു? ഇത് പെസഹ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്തല്ലോ, പിന്നെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ക്രിസ്തു ശിഷ്യന്മാരുടെ കാലുകളെല്ലാം കഴുകി അതെല്ലാം അവൻ തുടച്ചുവല്ലോ. എളിമയും സഹോദര സ്നേഹവും താഴ്മയും വിനയവും സംരക്ഷണവും എല്ലാം പഠിപ്പിച്ചല്ലോ. പക്ഷെ പിന്നെ എന്തുകൊണ്ട് യൂദായ്ക്ക് ഇത് സംഭവിച്ചു? അപ്പോൾ ആർക്കും മനസ്സിലായില്ല എന്താ കാര്യമെന്ന്. നാളുകൾ ചിലത് കഴിഞ്ഞു. അവരുടെ മനസ്സിനകത്ത് ഒരു വേദന. ഞങ്ങൾ 12 പേരുണ്ടായിരുന്നു, ഒന്നിനെ പിശാച് കൊണ്ടുപോയി. ഞങ്ങൾ 12 പേരുണ്ടായിരുന്നു, ഒന്നിനെ സാത്താൻ കുറഞ്ഞു. പലയിടത്തും ചെന്നിരിക്കുമ്പോൾ അവർ ചിന്തിച്ചു, ഒന്ന് കുറഞ്ഞു. ദൈവം വർദ്ധിപ്പിക്കുന്ന ദൈവമാണല്ലോ, ദൈവം വളർത്തുന്ന ദൈവമാണല്ലോ. പക്ഷെ എന്തുകൊണ്ട് ഒന്ന് കുറഞ്ഞു പോയി? ഇന്ന് നമുക്കും പറയാൻ കഴിയുമല്ലോ, കുറേ പേർക്ക് വരാൻ പറ്റിയില്ല. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പലർക്കൊന്നും വരാൻ പറ്റിയില്ല. വാഹന സൗകര്യമോ മറ്റ് പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം. ഒരാൾ കുറയുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഒരാൾ കുറഞ്ഞു? പക്ഷെ കർത്താവ് മൗനമായിട്ടിരുന്നു. എന്തുകൊണ്ടായിരിക്കും കുറഞ്ഞത്? വാക്യത്തിലൂടെ അവൻ മറുപടി കൊടുത്തു. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 41-ാമത്തെ വാക്യം. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവനോട് ചേർന്നു. ഒരു യൂദായെ പിശാച് കൊണ്ടുപോയപ്പോൾ സ്വർഗം തിരിച്ചു കൊടുത്തത് അപ്പർ റൂമിനകത്ത് 3000 പേർ. മനസ്സിലായവർ കൈയടിച്ചു പറ, 3000 ഇതിനകത്ത് വരണമെങ്കിൽ ഒന്നിനെ പിശാച് അപകരിച്ചുകൊണ്ട് പോക. ഒന്ന് നിനക്ക് നഷ്ടപ്പെടുമ്പോൾ മനസ്സിലാക്ക്, 3000 ദൈവം തിരിച്ചു തരാൻ ശക്തനാണ്.
രണ്ട് കരങ്ങളെ അടിച്ചു പറ, നഷ്ടപ്പെട്ടു പോയത് ഇരട്ടിയായിട്ട് തരുന്ന വർഷമാണ്. നഷ്ടപ്പെട്ടു പോയത് ഇരട്ടിയായിട്ട് മടക്കി തരുന്ന ദൈവമാണ്. അതേ അപ്പർ റൂമിൽ വെച്ച് തന്നെ 3000 പേർ ഒരുമിച്ച് സ്നാനം സ്വീകരിക്കത്തക്ക വിധത്തിൽ, 3000 പേർ ഒരുമിച്ച് ആരാധിക്കത്തക്ക വിധത്തിലേക്ക് വലിയൊരു വർധനവ് 120 നിന്ന് 3000 മാറണമെങ്കിൽ ഒരുപക്ഷെ ചിലതിനെ സാത്താൻ അപകരിച്ചു കാണും. അപ്പർ റൂം നടത്തുന്ന വ്യക്തിയെ നിന്റെ മാനക്കേടിനല്ല, നിന്റെ നാണക്കേടിനല്ല ചില പ്രയാസങ്ങൾ വന്നത് നിന്റെ വർധനവിനാണ്. ചിലയിടങ്ങളിൽ ചില വർധനവുകൾ ഉണ്ടാകണമെങ്കിൽ, ചിലയിടങ്ങളിൽ ചില വിശാലതകൾ സംഭവിക്കണമെങ്കിൽ അവിടെ ഒന്ന് നടക്കണം, ചില നഷ്ടങ്ങൾ നമുക്കുണ്ടാകും. ഞാനിന്ന് ആത്മാവിൽ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകാൻ കഴിയും. നിന്റെ ചില നഷ്ടങ്ങൾ നിന്നെ പെരുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, നിന്നെ വിശാലമാക്കാൻ വേണ്ടിയിട്ടാണ്. ആമേൻ. നഷ്ടപ്പെട്ടു പോയത് തിരിച്ചു കൊണ്ടുവരുന്ന ആമേൻ വർഷത്തിൽ 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 പുനഃസ്ഥാപനത്തിന്റെ വർഷത്തിൽ വിശ്വാസത്തോടെ പറയാൻ കഴിയുമോ, നിന്റെ ഭവനം ഇന്ന് ശൂന്യമായിരിക്കുന്നുവെങ്കിൽ അതിനെ ഒരു വിശാലതയിലേക്ക് വരുത്തുവാൻ ചില നഷ്ടങ്ങൾ ഒരുപക്ഷെ കടന്നു വരാം. അത് ക്രിസ്തു ഇല്ലാത്തത് കൊണ്ടല്ല, അവൻ്റെ സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, അവൻ്റെ സാന്നിധ്യം ഇല്ലാത്തത് കൊണ്ടല്ല, അവൻ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് തന്നെയാണ്. പിശാചി വിചാരിച്ചു ഞാൻ ഈ 12നെ 11 ആക്കി കഴിഞ്ഞാൽ ഞാനിവിടെ ജയിക്കും. പക്ഷെ അതിനപ്പുറത്ത് കർത്താവ് പറഞ്ഞു, സാത്താനെ നിനക്ക് തെറ്റിപ്പോയി, നീ 1നെ കൊണ്ടുപോയെങ്കിൽ ഇതാ 3000 ഞാൻ തിരിച്ചു കൊടുക്കാൻ പോവുകയാണ്. നീ 1നെ കൊണ്ടുപോയെങ്കിൽ ഞാൻ 3000 തിരിച്ചു കൊണ്ടുവരപ്പെടുക. ആകയാൽ അന്ന് പരിഹസിച്ചവർ, നിന്ദിച്ചവർ, ആക്ഷേപിച്ചവർ, അതിശയിക്കപ്പെടുമാറുള്ള വലിയൊരു വിശാലത സ്വർഗത്തിലെ കർത്താവ് 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയ്ക്കകത്ത് അപ്പർ റൂമിനകത്ത് കൊടുത്തുവെങ്കിൽ ഇന്ന് പകൽ സമയത്തിൽ ഞാൻ പറയട്ടെ, നിന്റെ നഷ്ടങ്ങൾ ലാഭമാക്കുന്ന വർഷമാണ്. നിന്റെ നഷ്ടങ്ങളെല്ലാം ലാഭമായി തീരുന്ന കാലഘട്ടം അടുത്ത്.